ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇളവൻ കൊണ്ടുള്ള ഒരു മോര് കറി. ഇളവൻ കൊണ്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലർ വെള്ളരിക്ക കൊണ്ട് ചെയ്യും, ചിലർ കുമ്പളം കൊണ്ട് ചെയ്യും, പലതും അവർ ചിലർ പപ്പയ്ക്ക കൊണ്ട് വരെ ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഇളവൻ കൊണ്ട് ഒരു മോര് കറിയാണ്. നമുക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അര കിലോ ഇളവൻ എടുത്തിട്ട് അതിനകത്ത് പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, ശകലം മഞ്ഞൾ, ഉപ്പുപൊടി ഇത്രയും ചേർത്ത് 2 വിസിൽ കേൾക്കത്തക്ക വിധത്തിൽ അതിനെ വേവിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തൈര്, പിന്നെ തേങ്ങയിൽ ഞങ്ങൾ ചേർത്തിട്ടുള്ളത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, തേങ്ങയും ചേർത്ത് നന്നായിട്ട് പച്ചമുളകും ചേർത്ത് അരച്ച് അതിൽ കുറച്ച് തൈരും കൂടി അതിനകത്ത് വിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. ഉടഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന സാധനം എന്തൊക്കെയാണെന്നറിയാമല്ലോ. ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, തേങ്ങ, അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാകണം. അതിനോടൊപ്പം ഈ കുറച്ച് തൈര് ഇതിൽ ചേർത്ത് അരച്ചതാണ്. എന്നാൽ കുറച്ച് തൈരും കൂടി അതിനകത്തോട്ട് ഒഴിക്കണം. ഇനി തിളയ്ക്കാൻ പാടില്ല, ചെറിയ ചൂടിലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ കണക്കിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ജോലിയാണ്. ഇനി ഇതിനെ ഇറക്കി വയ്ക്കാം. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കടുക് വറുത്തെടുക്കാൻ 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കടുക് പൊട്ടി. അതിനകത്തോട്ട് ഇച്ചിരി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ചുവന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് അതും നമുക്കതിനോട് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് കടുക് വറുത്തത് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, മോര് കറി റെഡി. വേണമെങ്കിൽ ഒരു നുള്ള് കായം മണത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ശകലം പേരിന്. നമ്മുടെ മോര് കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഒരു ഐറ്റമാണ്. ചോറിലൊഴിച്ച് സുന്ദരമായിട്ട് നമുക്ക് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. നിങ്ങളെല്ലാവരെയും അടുത്തൊരു പ്രാവശ്യം കാണുന്നത് വരെ നന്ദി.